എവരിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഹോം ടൂർ വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഹോം ടൂറിന് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. വഴിയെ തന്നെ ഹോം ടൂർ വീഡിയോയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രാവിലെ ഞാൻ എണീറ്റപ്പം തന്നെ എൻ്റെ കൂടെ തന്നെ ആദ്യം എണീറ്റുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. ചേട്ടനൊരു 7 മണി ആകുമ്പോൾ പോവും. അപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ പിടിച്ചു, തലവേദനയൊക്കെയാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു എണീക്കാനായിട്ട്. എന്നാലും ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പൂരി ഉണ്ടാക്കുന്നത്, കറി പിന്നെ തലേന്നത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ട് പൂരി ഉണ്ടാക്കാനുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തുള്ള വീഡിയോസൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടന് ചായ ഒക്കെ കുടിച്ച് പോയി. പിന്നെ റൂമിലെത്തിയതിന് ശേഷം കുറച്ച് നേരം കർട്ടനൊക്കെ നീക്കി വെയിലൊക്കെ കൊണ്ടു. പിന്നെ ഞാൻ തിരിച്ച് കിച്ചണിലേക്ക് ചെന്നു. കിച്ചണിൽ ചെന്നപ്പോൾ ചേട്ടൻ്റെ കൂടെ തന്നെ കുറച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിനി ഞാൻ കഴിക്കുമ്പോൾ കൂടെ കൊടുക്കണം. അപ്പോൾ ആദ്യം എണീറ്റില്ല. ആദ്യക്ക് ഇപ്പോൾ സ്കൂളില്ല, കാരണം ഇവിടെ വെക്കേഷനാണ് 2 ആഴ്ച. ഇവിടെ 2 മാസം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച വെക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണ്, അതുകൊണ്ട് നേരത്തെ എണീപ്പിച്ചില്ല, കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ എണീറ്റത് അവൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണ്. ഇനി ചായ കുടിക്കണം. അവൻ ഫ്രഷായി വന്നിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അങ്ങനെ അവൻ ഏകദേശം ഫ്രഷായി വന്നതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് പൂരിയാണെന്നുള്ളത്. അപ്പോൾ പൂരിയും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. സാധാരണ ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ബാജിക്കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഗ്രീൻ പീസ് കുറച്ച് ബാക്കി വന്നതുകൊണ്ടാണ് പിന്നെ ഞാനത് പൂരിയാക്കിയത്. പിന്നെ ഇതാ പുറത്ത് നല്ല വെയിലാണ്. ഇവിടെ 2 തരം നാരങ്ങ ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് കാണുന്നതാണ് ലെമൺ, അത് ലൈമാണ് കേട്ടോ. ഈ ലെമൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, ലൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ മുറ്റത്ത് തന്നാലുണ്ടായ പൂക്കളാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാലും പൂക്കളാണ് കേട്ടോ. ഇവിടെ ഒരു 1-2 മാസം ഫുള്ള് ഈ ഒരു പൂക്കാലാവും ഇനി. അപ്പോൾ അതും ഇതാ കുറച്ച് പൂവൊക്കെ പറിച്ചത് എൻ്റെ കയ്യിൽ കൊണ്ടുത്തരികയാണ്. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ചായ കുടിക്കാതിരിക്കുകയാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാലാവസ്ഥ പെട്ടെന്നൊന്ന് ചേഞ്ചായി. വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ജലദോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്കും പിടിച്ചു ജലദോഷം. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കണം. അപ്പോൾ എൻ്റെ കൂടെ ആദ്യം കഴിക്കുന്നുണ്ട്. അവന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. ആദ്യനായാലും പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ചതായിരുന്നു, അതാ പിന്നെ ഞാനത് പൂരിയാക്കി മാറ്റിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു. ആദ്യം എണീറ്റ് ആദ്യൻ്റെ പാത്രമൊക്കെ അവൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങൾ കൂടി അവൻ കഴുകാൻ പോകുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ അവനോട് പറഞ്ഞു, വേണ്ട, കുറച്ച് വലിയ പാത്രമാണ്, അത് ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ഞാൻ ചായ കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു. ഇനി കുറച്ച് പണികളുണ്ട്. റൂമിലൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വാക്വം ചെയ്യാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഈ കുക്കിംഗ് പരിപാടിക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ബാക്കി എല്ലാ കാഴ്ചയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ നമ്മളിനി ഹോം ടൂർ വീഡിയോ ഒക്കെ വഴിയെ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അതൊക്കെ എന്തായാലും വഴിയെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ റൂമിലേക്ക് വന്നു. റൂമിൽ ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. അതൊക്കെ എത്ര നീറ്റാക്കിയിട്ടാലും ഈ ചെറിയ കുട്ടികളുള്ള വീട്ടിലെല്ലാവർക്കും അറിയാൻ പറ്റും, എത്ര നീറ്റാക്കിയിട്ടാലും അതൊന്നും നീറ്റായി കിടക്കില്ല. എപ്പോഴും ഇങ്ങനെ അതിൻ്റെ മുകളിൽ കുത്തി മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് നീറ്റാക്കി ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുമ്പോൾ തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നല്ല, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം റൂമിലാണ്. ഇനിയിപ്പോൾ ഇതെടുത്ത പണി കഴിഞ്ഞിട്ട് വേണം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാൻ പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ വേഗം ഒന്ന് സെറ്റാക്കി ഇടുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കട്ടിയില്ലാത്തതൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഡ്രൈ ചെയ്യിക്കും. ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ലോണ്ട്രിയിലാണ് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്നായിരിക്കും, ഇപ്പോൾ സമ്മറാണെങ്കിൽ കൂടി പെട്ടെന്നായിരിക്കും മഴ വരിക. എപ്പോഴാണ് മഴ വരിക, എപ്പോഴാണ് വെയിൽ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ലോണ്ട്രിയിലാണ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാറ്.
അധികം ഈ കട്ടിയുള്ള ഡ്രസ്സൊക്കെ. കട്ടിയില്ലാത്തതൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇതേപോലെ പുറത്ത് വെയിലുണ്ടാകുമ്പോൾ വെയിലത്തിട്ട് ഉണക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ബാത്ത് ടവൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ചൊന്ന് വെയിലത്ത് കൊണ്ടിടാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. വീണ്ടും തിരിച്ചെത്തി പിന്നെ റൂമിൽ ബാക്കിയുള്ള പണികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ആ ഒരു ടൈം വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദൂനായാലും ആദിക്കായാലും ഞാനായാലും കൂടുതലും ഈ ഹുഡീസും അതേപോലെ തന്നെ ലെങ്ത്തുള്ള പാൻസും കട്ടിയുള്ള ജീൻസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മക്കളുടെ ട്രൗസർ അങ്ങനത്തെ ഐറ്റംസ്, ചെറിയ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മക്കളത് കേട്ടോ. അപ്പോൾ അതൊന്നും ലഗേജിൽ നിന്ന് പുറത്തേക്ക് എടുത്തില്ലായിരുന്നു. അതൊക്കെ പെട്ടി തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമ്മറിലേക്ക് മാറിയപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ലഗേജിൽ നിന്നുള്ളതൊക്കെ എടുത്ത് നേരെ സോഫയിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത്രയും തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നാക്കി സെപ്പറേറ്റ് ആക്കിയിട്ടൊക്കെ മടക്കി വെച്ചു. പിന്നെ ആദ്യയുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി നീറ്റ് ആക്കിയിട്ട് മടക്കിയിട്ടു. കാരണം കുറച്ച് കട്ടിയുള്ള നൈറ്റ് ആകുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലായിരിക്കും നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ കുറച്ച് കട്ടിയുള്ളതായിരുന്നു ഇടാറുള്ളത്. അപ്പോൾ അത് ആദ്യക്ക് ബുദ്ധിമുട്ടായിരിക്കും വിരിച്ച് നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊന്നും കൂടി ഒന്ന് നീറ്റാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ആദ്യയുടെ റൂമിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം കിടക്കുന്ന റൂമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബർത്ത്ഡേയുടെ സെലിബ്രേഷൻസിൻ്റെ കുറച്ച് ബലൂൺസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആദുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങളിവിടെ റൂമിൽ വെച്ചിട്ടായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിവിടെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ള ആദുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദിയുടെ ബർത്ത്ഡേ ആവാനത് 2 മാസത്തെ ഡിഫറൻസ് ഉള്ളു ഇവരുള്ളത് മാസം കൊണ്ട്. അപ്പോൾ ആദുവിൻ്റെത് ഓഗസ്റ്റിലും ആദിയുടേത് ഒക്ടോബറിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിയുടെ ബർത്ത്ഡേ നമുക്ക് ആ രീതിയിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ കർട്ടൻസും അതേപോലെ തന്നെ ബലൂൺസും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യയുടെ റൂമിലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹോളും അതൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. അവിടെ പിന്നെ മാറ്റില്ല, നമ്മളിവിടെ അങ്ങനെ ചൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നീറ്റാക്കിയിടും. പിന്നെ കിച്ചണിലേക്ക് വന്നു, കിച്ചൺ അതേപോലെ തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി കുക്കിംഗ് പരിപാടിയാണുള്ളത്. അതിന് മുന്നേ ചെറിയൊരു പണിയുണ്ട്. അതായത് ഏട്ടൻ സൺഡേ, നമുക്കിവിടെ സൺഡേ മാർക്കറ്റ് ഉണ്ട്, അവണ്ടല്ല എന്നൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അധികം സൺഡേസും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അവിടെ പോകുന്നൊരു വ്ളോഗ് ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് ചീപ്പ് റേറ്റിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയേ. അങ്ങനെ ചേട്ടൻ അവിടെ പോയ സമയത്ത് ഇതേപോലെ ഈ കൊറിയാണ്ടർ ലീഫ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പ്, അപ്പോൾ അത് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇവിടെ നമുക്ക് ഈ മല്ലിച്ചപ്പ് പുതിന അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു ബാഗിൽ ചേട്ടന് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടി. അപ്പോൾ ചേട്ടനത് നന്നായിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതേപോലെ നന്നായിട്ട് നമ്മൾ നല്ലത് നോക്കി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തതിൻ്റെ ശേഷം ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മളൊരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്താൽ മതി, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത്. അങ്ങനെ കുറേശ്ശെ നമ്മളിത് എടുത്തിട്ട് അങ്ങനെ ക്ലീനാക്കി ജസ്റ്റ് ഒരു തുണി വെച്ചൊന്ന് ജസ്റ്റ് അതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ടിഷ്യൂവിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു സിപ്ലോ കവറിലേക്ക് ആക്കിയിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ സിപ്ലോ കവർ എൻ്റെ അടുത്ത് ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ 3-4 കവറിലായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നായിട്ട് വെക്കുമ്പോൾ ഇത് നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് ഓരോരോ ബാഗ് എടുത്താൽ മതിയല്ലോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ. നമ്മൾ കഴുകി വെക്കണോണ്ട് തന്നെ നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിന് ഡയറക്റ്റ് പിച്ചിടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് പിന്നെ അതുവിൻ്റെ ഫ്രണ്ട് വന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ കിച്ചണിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. ഇത് കിച്ചണിൽ നോക്കിയാൽ കാണുന്ന ആ ഒരു വ്യൂ ആണ്, അതേപോലെ തന്നെ ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവർക്ക് കളിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടാണ് കേട്ടോ അത്. അപ്പോൾ അവ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഫുട്ബോൾ കൊണ്ട് കളിക്കുകയാണ്, ബോൾ തട്ടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ നമ്മുടെ സിപ്ലോക്കെല്ലാം കവേഴ്സൊക്കെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിനി ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഇതേപോലെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട്, ചിലപ്പോൾ നമുക്ക് മത്തന് അതേപോലെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കൂടുതൽ കിട്ടും, അതേപോലെ പച്ചമുളക് അങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അത് ഒഴിവാക്കി നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഡയറക്റ്റ് അതിന് എടുത്തിട്ടാൽ മതി, അങ്ങനെ ഐസായി നിൽക്കൊന്നുമില്ല. ഇനി ഐസ് ആവുകയാണെങ്കിൽ തന്നെ കുറച്ച് മുമ്പ് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതാ ഞാൻ കുക്കിംഗ് പണി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി ഉണ്ടാക്കുകയാണ്. പച്ചക്കറി നമുക്ക് ഇവിടെ പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇലശ്ശേരിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻ ഇതേപോലെ തന്നെ ചേട്ടൻ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനിടയിൽ ഐസ്ക്രീം കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസർ തുറന്നപ്പോൾ ആദ്യം അത് കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ജലദോഷമൊക്കെയാണ്, എന്നാലും നമുക്ക് ഐസ്ക്രീം കാണുമ്പോൾ ഒരു കഴിക്കാനുള്ള ഒരു ത്വര വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കഴിച്ചു. അങ്ങനെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് തീർത്തു കേട്ടോ. അങ്ങനെ നമ്മളെ പച്ചക്കറി ഏകദേശം സെറ്റായി. പിന്നെ അതാ ഇനി നമുക്ക് ചോറ് വെക്കണം. ചോറ് ഞാൻ ഇന്ന് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളിതാ ഈ കുത്തരിയാണ് യൂസ് ചെയ്യുന്നത്, മട്ടയാണ്. അപ്പോൾ കുക്കറിലാണ് പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കുന്നു. ചില ദിവസം ഞാൻ റൈസ് കുക്കറിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം കറി ആയതിൻ്റെ ശേഷം ഞാൻ ആ കുക്കറിൽ തന്നെയാണ് ചോറും വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മീൻ ഇതേപോലെ തന്നെ ക്ലീനാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കുന്നുണ്ട്, മീൻ പൊരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മീൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഏകദേശം നമ്മുടെ ഒരു അയിലപ്പാരൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു മീനാണ്. കറക്റ്റ് നമ്മുടെ അയിലയല്ല. എനിക്ക് ആ മീനോട് വലിയൊരു ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടന് മീൻ കറി വേണം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മീൻ കറി വെച്ചത്. പിന്നെ പച്ചക്കറി ആകുമ്പോൾ മീൻ പൊരിച്ചതും കൂടെ ഉണ്ടാകുമ്പോൾ ഉഷാറല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മീൻ പൊരിക്കുകയും ചെയ്തു. പിന്നെ ബീട്രൂട്ടിനോട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം കിച്ചണിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി ഇടുകയാണ്. ഇനി അടുത്ത ഡ്യൂട്ടി ആദൂനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. ആദ്യം പിന്നെ അതിനിടയിൽ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആദൂനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇവിടെ ചെറിയൊരു തോതിൽ തണുപ്പുണ്ട്, നന്നായിട്ട് അങ്ങോട്ട് തണുപ്പ് വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ കുളിച്ച് വരുമ്പോൾ തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കും, ഇനി പെട്ടെന്ന് എന്താ പറയുക തണുപ്പാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെന്താ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് കുളിക്കണം. അപ്പോൾ അതിന് മുന്നേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഷോ ഓഫാണ് കാണിക്കുന്നത് കേട്ടോ ആദുവിൻ്റെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ കുളിച്ച് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്ക് ആദ്യം ഇപ്പോൾ ചോറ് അവൻ ഇതേപോലെ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ അവിയൽ കാണുന്നുണ്ടാവും. അവിയൽ പിന്നെ 2 ദിവസം മുന്നേ ഉള്ളതായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതും ചൂടാക്കി. ഞാൻ മീൻകറി യൂസ് ചെയ്തിട്ടില്ലല്ലോ, പച്ചക്കറിയാണല്ലോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട്
ഞാനും അതും അങ്ങനെ കഴിച്ചു കേട്ടോ. ആദ്യം അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് ടൈം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ചേട്ടൻ വരുമ്പോഴേക്ക് ചേട്ടന് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിൽ വിളയിച്ചതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ അത് ഉണ്ടാക്കാനിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം സെറ്റാക്കി വെച്ചു. ശർക്കര കുറച്ചുണ്ടായിരുന്നുള്ളൂ, അവിലും കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വന്നു. ഏട്ടൻ സമയം 4 മണി 4:30 ഉള്ളിൽ തന്നെ എത്തും. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അത് ഉണ്ടാക്കാൻ. അങ്ങനെ ചേട്ടൻ എന്തോ ഒരു ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ലൈം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ലൈം കുറച്ച് കൂടുതൽ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം അച്ചാർ ഉണ്ടാക്കിയത് നമ്മളെ വെള്ള നാരങ്ങ അച്ചാറുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നാരങ്ങ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നാരങ്ങ കുറച്ച് പെറുക്കി ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. നാരങ്ങയൊക്കെ ഞാൻ പെറുക്കി വെച്ചു എന്നുള്ളൂ. അതിനൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പെറുക്കി എടുക്കണം. ഇത് വലിയ ലെമണായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം അത്യാവശ്യം കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ പെറുക്കിയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. റൂമിൽ എത്തി. അതിനി വേറെ ദിവസം ഉണ്ടാക്കണം. പിന്നീട് ഞങ്ങൾ രാത്രിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടനെ കൊണ്ടുപോകാനുള്ള ലഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. ചേട്ടന് പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതല്ലേ, അപ്പോൾ നേരത്തെ കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും ബൈ.